ആദ്യമായി നിപ വൈറസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സമയത്ത് കോഴിക്കോടും പരിസര പ്രദേശത്തുമെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിപ വൈറസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ പോലും ആദ്യത്തെ തവണ ഉണ്ടായിരുന്ന അത്ര ഒരു ഭീകര അന്തരീക്ഷം നമുക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നിപയെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ അനുഭവ സമ്പത്തും അതേപോലെ തന്നെ സംവിധാനങ്ങളും തന്നെയാണ്. ഇപ്രാവശ്യം വീണ്ടും നമുക്ക് കേരളത്തിൽ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് നിപ വൈറസ് ബാധിച്ചിട്ട് മരിച്ചിട്ടുള്ളത്. ഇത്തവണയും നമ്മൾ ഈ നിപ വൈറസിനെ പ്രതിരോധിക്കും, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം നിപ വൈറസിനെ കുറിച്ച് ആലോചിച്ച് ഭീതിയല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത്, പകരം മുൻകരുതലുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്നുള്ള കാര്യം. സോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നിപ വൈറസ്, എങ്ങനെയാണ് നിപ വൈറസ് പകരുന്നത്, എങ്ങനെ ഇവയെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യമാണ്. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്കാണ് ഈ നിപ വൈറസ് പകർന്നുകൊണ്ടിരിക്കുന്നത്. വവ്വാലുകളിൽ നിന്നും പന്നികളിൽ നിന്നുമെല്ലാം നിപ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നു. നിപ വൈറസ് ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യരിലേക്ക് ഈസി ആയിട്ട് ഈ ഒരു വൈറസ് പകരുന്നതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് നിപ വൈറസ് ബാധിച്ചിട്ടുള്ള ഒരാളെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ രോഗം പിടിപെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുള്ളത്. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ കോമ സ്റ്റേറ്റിലേക്കും പോകാറുണ്ട്. പ്രധാനപ്പെട്ടും നമ്മൾ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കലശലായ പനി, തലവേദന, ബോധക്ഷയം, ഛർദി ഇതുപോലെയുള്ളവയൊക്കെയാണ്. അപ്പോൾ സാധാരണ പനിക്കും ചിലപ്പോൾ ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ചികിത്സ വളരെയധികം സങ്കീർണമാണ്. നമുക്കിപ്പോൾ ആൻറ്റിബോഡി നൽകിയിട്ടുള്ള ചികിത്സകളെല്ലാം നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുമെങ്കിൽ പോലും ഏറ്റവും നല്ലത് ഈ രോഗത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു രോഗം വരാതിരിക്കാനും ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാനും നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത് വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, വവ്വാലുകൾ കഴിച്ചിട്ടുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക, അതേപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക, എപ്പോഴും മാസ്ക് ധരിക്കുക, നന്നായി കൈകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, അത് സോപ്പ് ഉപയോഗിച്ചിട്ടോ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടോ കൈകൾ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വിവരം നിങ്ങൾക്ക് അത്രയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ എന്തായാലും എത്തിക്കണം. ബിക്കോസ് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും കാര്യമാണ്, നമ്മുടെ ജീവൻ്റെ കാര്യമാണ്. അപ്പോൾ ഭയമല്ല മക്കളെ, ജാഗ്രതയാണ് വേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സേഫ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.